എനിക്ക് ആടിനെയാണ് ഇഷ്ടം. ആട് കാണാനിരിക്കുന്നവര് അത് ഒരു കുട്ടികളുടെ മനസ്സിലായി പോകുന്ന എനിക്ക് തോന്നണേ. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു പോകും അല്ലേ? അതും അതിൻ്റെ അകത്തും ഒരു കൂട്ടം മണ്ടന്മാരാ ഉള്ളത്. നമ്മൾ പോലും ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും പടച്ചട്ട ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് എങ്ങനെ ഉണ്ടാവും അറിയാൻ ഒരു എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ആട് 3 ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഫേവറേറ്റ് ആട് 3 തന്നെയായിരിക്കും. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ക്യാരക്ടറിൽ അവന്റെ ഭാഗ്യമാണ്. ചേട്ടാ ആട് 1 കഴിഞ്ഞിട്ട് കുറെ വർഷമായി. അപ്പോ 3 വരുമ്പോ 2 ക്യാരക്ടർ ചെയ്യണം. അപ്പൊ ചേട്ടന് 3 ചെയ്തതിൽ ചെയ്ത 2 ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? രണ്ടും ഫേവറേറ്റ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ ഈസി പ്രസന്റ് കാലഘട്ടമായിരുന്നു. കാരണം നമ്മൾ ആട് ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ എഴുതി പാസ്സായ ഒരു പരീക്ഷ നമ്മൾ വീണ്ടും എഴുതി ഈസി ആയിട്ട് പാസ്സാവല്ലോ. പാസ്റ്റ് ആയിരുന്നു ചെയ്യാൻ കുറച്ചുകൂടി ടാസ്ക്. കാരണം അതിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെറിയൊരു വർക്കൗട്ട് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാസ്ക് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭാഷ, ആ ഭാഷയിൽ നിന്നുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് കോമഡി വർക്കൗട്ട് ചെയ്യണം. അത് പൊതുവെ എല്ലാവർക്കും ഒരു ടാസ്ക് പരിപാടിയായിരുന്നു. എൻ്റെ ഇതുവരെ ആട് ഫസ്റ്റിലും സെക്കൻഡിലും വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആട് ഫസ്റ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ആട് 3 ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഫേവറേറ്റ് ആട് 3 തന്നെയായിരിക്കും. എനിക്ക് ഫേവറേറ്റ് എപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രസന്റ് ക്യാരക്ടർ തന്നെയായിരിക്കും. പക്ഷെ ചെയ്യാൻ കുറച്ചുകൂടി പാസ്റ്റ് ക്യാരക്ടറായിരുന്നു. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഒരു പാസ്റ്റില് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു ലാംഗ്വേജ്, അന്നത്തെ ഒരു ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പം അതിൽ നിന്നുകൊണ്ട് നമ്മൾ കോമഡി വർക്കൗട്ട് ചെയ്യണം. അത് ചെറിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം പ്രസന്റിലപ്പം നമ്മൾ എന്ത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു കോമഡിയാണ്. കാരണം അത് നമ്മൾ പ്രേക്ഷകർ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണത്. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളെ മറ്റേ സാധനം എന്തായാലും മൈൻഡിൽ കിടപ്പുണ്ടാവല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 8 വർഷം മുന്നേ ചെയ്ത ക്യാരക്ടർ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വരിക, ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ ഈ പാസ്റ്റിലെ പരിപാടി ചെയ്യാനായിരിക്കും എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കുറച്ചുകൂടെ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ചെയ്യാത്തൊരു പരിപാടിയാണല്ലോ. അപ്പം അതൊന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി. കാരണം നമ്മൾ പോലും ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും പടച്ചട്ട ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ ആ ഒരു പീരീഡ് ടൈമിൽ നിന്നിട്ടുള്ള പരിപാടികളിൽ വർക്ക് ചെയ്യുക രസമായിരുന്നു. അതായിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ എക്സൈറ്റ്മെന്റ്. കാരണം ഇത് നമ്മളുടെ കയ്യിലുള്ള പരിപാടിയാണ്. അതായത് പ്രസന്റ് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ കിടപ്പുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ചെയ്യാത്തൊരു സാധനം ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റി എന്നുള്ള എൻ്റെ എക്സൈറ്റ്മെന്റ് ആണ് കൂടുതൽ കിടക്കുന്നത്. ലൈക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ, അതായത് എവിടെ ചെന്നാലും ആടിലെ പുള്ളി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന ഒരുത്തനാണ്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ആ സാധനം വീണ്ടും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അപ്പം മിജറിന് ഇങ്ങനെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ പറഞ്ഞടാ നമ്മുടെ പരിപാടി ഓണാവുകയാണ്, സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടാവും അടുത്ത മാസം, വീണ്ടും നമ്മൾ പരിപാടികൾ ഓണാക്കാന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയ എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പൊ റിലീസിന് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഇപ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആണ്. എല്ലാം ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഇതുവരെ നമ്മുടെ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു മേക്കപ്പും ഒരു അറ്റയറും പരിപാടി എല്ലാം പിടിച്ച് വേറെ ഒരു കാലഘട്ടത്തിൽ കുതിരപ്പുറത്ത് അങ്ങനെ നമുക്ക് ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. സോ വളരെ എക്സൈറ്റിംഗ് ആണ്. നമ്മൾ ചെയ്തപ്പോഴും തിയേറ്ററിലേക്ക് പോകുമ്പോഴും എല്ലാം നിങ്ങളെപ്പോലെ തന്നെ നമ്മളും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് 19-ാം തീയതി തിയേറ്ററിൽ പോയി ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണാൻ. ഡെഫിനറ്റ്ലി ഇത് തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. നിങ്ങളും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അങ്ങനെയല്ലേ. നമുക്ക് ഇത് കൃഷ്ണൻ മന്ദാരം എന്ന ക്യാരക്ടർ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. കാരണം എവിടെ പോയാലും ആളുകൾ ചോദിക്കുക ആട് 3 എന്തായി, ആട് 2 കഴിഞ്ഞിട്ട് ആട് 3 എന്തായെന്ന് ചോദിക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഉറപ്പായിട്ടും മറ്റേ ക്യാരക്ടറിനെയും ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ബേസിക്കലി നമുക്ക് ആട് 3 ഒറ്റെണ്ണത്തിന് ബോധമില്ല, ഒറ്റെണ്ണത്തിന് ബുദ്ധി ഇല്ലാത്തവന്മാരാണ് എല്ലാവരും മണ്ടന്മാരാണ്. ഏത് ജന്മം ജനിച്ചാലും ഈ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മണ്ടന്മാരായ സൂപ്പർ ഹീറോസ്. അതെ, ജനങ്ങൾക്ക് ഇഷ്ടമുണ്ട് വരെ, പിള്ളേർക്കൊക്കെ ഓരോരുത്തർ പിള്ളേരൊക്കെ ഷാജിപ്പാപ്പനെ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ഡൂരൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. ഇപ്പം നീ ചോദിച്ച പോലെ ഏത് ക്യാരക്ടർ ഇഷ്ടം, ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ക്യാരക്ടറിൽ അവൻ്റെ ഭാഗ്യമാണ്. അവൻ്റെ ഭാഗ്യം അതാണ് അവൻ്റെ കരിയർ അല്ലേ. അപ്പം ഏത് കിട്ടിയാലും നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. പിന്നെ ഡയറക്ടർ മിഥുൻ മാനുവൽ മാജിക് കാണാൻ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അല്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ആട് 3 ഇറങ്ങിയിട്ട് തിയേറ്ററിൽ നിന്ന് കാണാമെന്നുള്ള എക്സൈറ്റ്മെൻറ്റിലിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ആ സമയത്താണ് ബാബുവേട്ടനോട് വിജയബാബുവേട്ടനോട് ഒരു പടം ചെയ്തത്. ആ ഒരു ബന്ധത്തിലാണ് അവനോട് നമുക്കൊരു സാധനം പിടിക്കാം അങ്ങനെയാണ്.
ബാബുവേട്ടൻ്റെ കൂടെ 2 പോലീസുകാരിൽ ഒരാളായിട്ട് ഒന്ന് നോബി ഒന്ന് നമ്മൾ. അപ്പോൾ ഒരു 2 ക്യാരക്ടറുകളായിട്ടാണ് ആ സംഭവം വരുന്നത്. രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. അതല്ലാണ്ട് നമുക്ക് ഇൻഡിവിജ്വലി ഗംഭീരമായി പെർഫോം ചെയ്യാന്നുള്ളതല്ല, ഒരു വലിയൊരു പരിപാടിയുടെ ഭാഗമാകുമ്പോൾ ഒരു ഇത് ഗ്യാങ് പരിപാടിയാണല്ലോ, എല്ലാം ഓരോ ഗ്യാങ്ങാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ എത്രയോ ഇഷ്ടപ്പെട്ട ആരാധിച്ച നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സർവ്വത് ഷമീറിൻ്റെ ഗ്യാങ്ങിൽ എത്തിപ്പെടാന്നുള്ളത് വലിയ സന്തോഷം, വലിയ ഭാഗ്യമായി തോന്നും. ബാബുവേട്ടൻ അവരുടെ കൂടെ ഞങ്ങൾ വേറെ ടീമുകൾ കൂടുതൽ ഞങ്ങൾ തന്നെ, ഞാൻ ജോട്ടൻ, നോബി, പിന്നെ പ്രസാദേട്ടൻ, അങ്ങനെ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടല്ലോ. ഞങ്ങൾ കൂടുതലായിട്ട് ആ ടീം ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ഭയങ്കര വൈബായിരുന്നല്ല, എല്ലാ ഗ്യാങ്ങും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണല്ലോ ഉണ്ടാവുക. നല്ല രസമുള്ള പരിപാടികളായിരുന്നില്ല ടോട്ടല്. അറക്കലബു ഇപ്പൊ പ്രസന്റ് ടൈം ലൈനിൽ പറയുന്ന ക്യാരക്ടർ അറക്കലബുവിന്റെ നമ്മൾ ഓൾറെഡി 2 പ്രാവശ്യം ചെയ്തിരിക്കുന്ന കാരണം അത് കുറച്ചുകൂടെ ഈസിയാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോഴായിരുന്നു അറക്കലബു കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തത്. സെക്കൻഡ് ആഡിൽ തുടക്കത്തിൽ ഡിഫിക്കൽട്ടായിരുന്നു, പിന്നെ അതങ്ങ് എന്താണ് ഈസി ആയിട്ട് പോയി. തേർഡ് വരുമ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ മറ്റേ പഴയ ടൈം ലൈനിൽ പഴയ കാലഘട്ടത്തിലുള്ള ഇത് കുറച്ച് ടഫായിരുന്നു. ഒന്നാമത്തെ കോസ്റ്റ്യൂംസും പിന്നെ നമ്മൾ പഴയ കാലഘട്ടത്തിലുള്ള ചില മലയാളം വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്കങ്ങനെ കേട്ട് പരിചയമില്ലാത്ത, ഞാൻ പറയാറുമില്ല അങ്ങനത്തെ വേർഡ്സ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നു, അത് കുറച്ച് ടഫായിരുന്നു. പിന്നെ കുതിര സവാരി, കാടുകളിലായിരുന്നു ഷൂട്ട്, പിന്നെ മഴയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത്രയും ഹെവി ആയിട്ടുള്ള കോസ്റ്റ്യൂംസും പിന്നെ വിഗും ഇതെല്ലാം വെച്ചിട്ട് കുറേ നേരം ഈ മഴ പെയ്യുന്ന സമയത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കണം, കിടക്കാനും പറ്റില്ല, ഈ ഇരിപ്പ് തന്നെയാണ് 2 മണിക്കൂർ. അപ്പോൾ അത് കുറച്ച് ടഫ് ഫേസ് ആയിരുന്നു. ബട്ട് ദെൻ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ ഓൺ സ്ക്രീൻ കാണുമ്പോഴത്തേക്കും അപ്പോഴാണ് നമുക്ക് വലിയൊരു സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്. കാരണം അത്ര ഗംഭീരമായിട്ട് 2 കാലഘട്ടവും വന്നിട്ടുണ്ട്. നല്ല പ്രതീക്ഷയാണ്, ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം. ഈ ഓഡിയൻസിൻ്റെ ഇതിൽ ഓഡിയൻസിനോട് പറയാനുള്ളത് ഒരിക്കലും നിരാശരാവില്ല. കാരണം ഇപ്പം പഴയ കാലഘട്ടമാണെങ്കിൽ പോലും അതിൻ്റെ അകത്തും ഒരു കൂട്ടം മണ്ടന്മാരാണ് ഉള്ളത്. അപ്പോൾ ഈ മൊത്തം മണ്ടത്തരാണല്ലോ. ഇപ്പോൾ ആട് യൂണിവേഴ്സിൽ ഫസ്റ്റ് ഉണ്ട്, 2 ഉണ്ട്, ഇപ്പോൾ 3 വരാൻ പോണ്, പിന്നെ അതിൻ്റെ പാർട്ട് 2 ഇറങ്ങാൻ പോണ്. അപ്പോൾ ഈ യൂണിവേഴ്സിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഉറപ്പായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഡ്യൂഡിനെ എനിക്ക് ഇഷ്ടം, പാപ്പനെ നമുക്ക് ഭയങ്കര കാര്യമാണ്. എവരിബഡി എല്ലാ ക്യാരക്ടേഴ്സും ഒരു ക്യാരക്ടർ പറയാൻ പറ്റുമോ? അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. എല്ലാവരും അവരവരുടെ പ്ലേസ് നമ്മളെ അത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ട്, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരും. ഈവൻ നോബിയുടെ ക്യാരക്ടർ ആയപ്പോൾ അവിടെ വന്നിട്ട് ആ സർബത്ത് ഷമീറിന്റെ കൂട്ടത്തിൽ അങ്ങ് അഴിഞ്ഞാടി പോവുകയാണ്. ആട് കാണാനിരിക്കുന്നവര് ഒരു കുട്ടികളുടെ മനസ്സിലായി പോകുന്ന എനിക്ക് തോന്നണേ. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു പോകും അല്ലേ, എല്ലാ ക്യാരക്ടറും. പിള്ളേരെ പോലെയല്ലേ നമ്മള്. എനിക്ക് ആടിനെയാണ് ഇഷ്ടം. കാണിച്ചതുകൊണ്ട് അവന്റെ ഹരിയുടെ നിന്റെ ആട്. നിന്റെ പേര് പറയണോ? എന്നാ അവന് ഭയങ്കര ഹരിയുടെ ഉഗ്ര ക്യാരക്ടറാണ്. അവന്റെ നല്ല സൂപ്പർ ക്യാരക്ടേഴ്സ്. എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട്, എന്നാൽ പോലും അറക്കലബു ഒന്നുകൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം. അല്ല, ഞാൻ ഈ സിനിമേൻ്റെ ഭാഗമായതുകൊണ്ട് പറയില്ല, നമ്മൾ 1ഉം 2ഉം കാണുമ്പോഴൊക്കെ അറക്കലബു ഇതിൽ കുറേ ഈ തേർഡിലാണെങ്കിലും അറക്കലബുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചിരുന്ന ഇഷ്ടം പോലെ ചിരിച്ച കുറേ സംഭവങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടം അറക്കലബു. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. എന്നാലും ഒരെണ്ണം ഫേവറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡ്യൂഡിൻ്റെ പറയേണ്ടി വരും. ഡ്യൂഡ് ഭയങ്കര കുറച്ചുകൂടെ രസമുള്ളൊരു സാധനമാണല്ലോ. പുള്ളി പാവം കുറച്ച്, കാരണം നമുക്ക് തന്നെ പാവം തോന്നും. ഇങ്ങേരി പാവം എങ്ങനെയെങ്കിലും ബാങ്കോക്കിലേക്ക് തിരിച്ചു പോയാൽ മതിയായിരുന്നു എന്നൊരു പോയിന്റിൽ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു മണ്ടനാണത്. അങ്ങനെ അപ്പോൾ ഡ്യൂഡിന്റെ പരിപാടി കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആർക്കും വേറെ ആരും ഇഷ്ടമല്ല എന്നല്ല, എന്തോ കുറച്ചുകൂടെ ഒരു ചായ അങ്ങോട്ട് ചിരി. അറക്കലബുവിന്റെ മാത്രമല്ല, ഇപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അറക്കലബു എന്താണ് ഗംഭീര ക്യാരക്ടറാണ്. അതിന്റെ പ്ലേസ്മെന്റ് നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഓരോ ക്യാരക്ടേഴ്സും എല്ലാവരുടെയും പ്ലേസ്മെന്റ് അതിഉഗ്രനാണ്. ഇല്ല, സിറ്റുവേഷൻ ഓൾറെഡി ഹ്യൂമറസ് ആണ്. നമ്മൾ ആക്ടേഴ്സിന് എപ്പോഴും നമ്മളായിട്ടൊരു കോമഡി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത് നന്നാവാനും പാളിപ്പോവാനും സാധ്യതയുള്ളത്. പക്ഷേ ഒരു ഹ്യൂമറസ് സിറ്റുവേഷൻ ആണെങ്കിൽ ഒരിക്കലും അത് പാളാൻ സാധ്യതയില്ല, അത് വർക്കൗട്ട് ആവും. അത് ഇപ്പോൾ ഏത് ആക്ടർ ചെയ്താലും. അപ്പം മിഥുൻ അത്ര നല്ല പോലെയാണ് സീൻസ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അല്ല, പ്രേക്ഷകരോട് ഇതാ പറയാനുള്ളത്, നിരാശരാവില്ല. നിങ്ങൾ തിയേറ്ററിൽ വന്ന് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ആട് 3. അതുകൂടാണ്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്,
കോമഡിയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. എല്ലാ സീനിലും മിനിമം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിരിക്കും. അല്ല, ഇത് പ്രേക്ഷകരോട് ശരിക്കും ഇത് പറയേണ്ട കാര്യമില്ല. കാര്യം ആട് 3 എല്ലാവരും വെയിറ്റ് ചെയ്യുക. ആട് 3-ലുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ചെറുതായിട്ട് ഉണ്ടോ, അത് ചെറിയ എന്നാലും ഉണ്ടോ, ആട് 3-ലുണ്ടോ, അത്രേ ഉള്ളൂ ചോദിക്കണുള്ളൂ. അപ്പം ആട് 3-ൽ വരാൻ പറ്റിയ എനിക്കും വലിയ ഭാഗ്യം. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ഈ പടം കാണാനുള്ള വലിയ ഒരു ആഗ്രഹത്തിലും തയ്യാറെടുപ്പിലുമാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ പോയി കാണുക. വിജയിപ്പിക്കും, ഉറപ്പാണ്. എന്തായാലും 19-ാം തീയതി ആട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ആട് 3 നിങ്ങളുടെ കയ്യിലാണ്. ആട് 3ക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ കയ്യിലാണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അതെ, ഇപ്പോൾ 19-ാം തീയതി ആട് റിലീസ് ആവുകയാണ്. അപ്പോൾ ആട് 1-നും 2-നും ഒക്കെ കൊടുത്ത അതേ സ്നേഹം നിങ്ങൾ 3-ക്കും തന്നെ. കാരണം നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളിത് 3 എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇനി ഇപ്പോൾ 4 വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നൊരു നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് നിങ്ങളുടെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. 19-ാം തീയതി ടിക്കറ്റ് കിട്ടാത്തവർ അടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അത് ബേസിക്കലി അതാണ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള സാധനമാണ്. നമ്മൾ 1-നും 2-നും അപേക്ഷിച്ച് വിഷ്വലി ഭയങ്കര രസമുള്ള ഒരു പരിപാടിയും കൂടെയാണ് ഇതിൻ്റെ അകത്ത്, നമ്മുടെ ഹ്യൂമറിന് മേളിൽ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. 19-ാം തീയതി റിലീസാണ്. 19-ാം തീയതി എല്ലാവരും വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കാം. അതെ. അത്രേ ഉള്ളൂ. തമാശല്ല, ഇത്രയും ആളുടെ കൂടെ ഇരുന്ന് നമുക്ക് കാണണം. അത് ഭയങ്കര ആഗ്രഹം. കാരണം അതിന് ഒരു വലിയ ഉദാഹരണമുണ്ട്. നമ്മൾ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയി, ഒരു കോളേജിൽ ഫംഗ്ഷന് പോയി കോളേജിൽ. ആ സമയത്ത് നമ്മൾ ഫോണിൽ കണ്ട, നമ്മൾ TV കണ്ട നമ്മുടെ ട്രെയിലർ നമ്മൾ അവിടെ വലിയ ബിഗ് സ്ക്രീനിലിട്ട് പിള്ളേരൊപ്പം ഇരുന്ന് കണ്ടു. അപ്പോൾ ഉണ്ടായിരുന്നൊരു ഗൂസ് ബംസ് ഉണ്ട് മനെ, അതൊരു രക്ഷയില്ല. അപ്പം നമ്മൾ വിചാരിക്കുക, ദൈവമേ ഇതിനി തിയേറ്ററിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്തിട്ട് ഇനി വന്നു. ഇതിന്റെ ഫുള്ള് മിഥുനറിയാമല്ലോ. മിഥുൻ ഇത് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഫൈനൽ റിസൾട്ട് കാണാനല്ലേ നമുക്ക്. അതിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് സത്യം. അത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസിന്റെ ബുദ്ധിപരമായ പോലും അറിയില്ല അതൊക്കെ. നമ്മൾ ചെയ്തു പോകുന്നു, പിന്നെ ബാക്കിയെല്ലാം പുള്ളിയുടെ കയ്യിലല്ലേ. പടം കണ്ടോ? ഞങ്ങൾ ഈ എക്സൈറ്റ്മെന്റ് ഇല്ല, കണ്ടില്ല. അത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണണമെന്ന് അവരൊക്കെ കണ്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അപ്പൊ എല്ലാവരും പോയി കാണാം. 19-ാം തീയതി ആട് റിലീസാണ്. ആട് 3 റിലീസാണ്. പാർട്ട് 1, പാർട്ട് 2 ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.